നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഈ കടബാധ്യത തീർക്കാൻ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആശയമുണ്ടോ? അതിപ്പോ അങ്ങനെ ചോദിച്ചാ, നിങ്ങളെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല. എന്റെ മനസ്സിൽ നിങ്ങളുടെ ചർച്ചയൊക്കെ കേട്ടപ്പോ ചില ആശയങ്ങളൊക്കെ തെളിഞ്ഞു വന്നിരുന്നു. അത് പ്രയോജനപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം. പക്ഷേ അതിനു മുന്നേ എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ അത്? ആദ്യം നിങ്ങളെല്ലാവരും ആഹാരം കഴിക്കണം. എന്റെ മനസ്സിലുള്ള ആശയം ഞാൻ ഭക്ഷണം വിളമ്പിക്കൊണ്ട് നിങ്ങളോടൊക്കെ പറയാം. ശരി. അപ്പോ രണ്ട് കാര്യവും ഒരുമിച്ച് നടക്കും. നിങ്ങളെല്ലാരും വരൂ. ആ ശരി, എന്നാ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാം. വിശാൽ സർ, അതെ, എനിക്ക് ബിസിനസിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നാലും പറയാം. നഷ്ടം വന്നെന്ന് കരുതി നിരാശപ്പെടാതെ ബിസിനസ് വികസിപ്പിച്ചാൽ മാത്രമേ മതിയോ നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റൂ. എന്നാലേ ബിസിനസ് ലാഭത്തിലേക്ക് എത്തിക്കാനും പറ്റുള്ളൂ. ബിസിനസ് വികസിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങുന്നവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഉൽപ്പന്നം ഉണ്ടാക്കണം. അത് വിപണിയിൽ ഇറക്കണം. ഉദാഹരണത്തിന്, ആഹാരം കഴിക്കുന്നവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ആഹാരം വിളമ്പുന്നത്? അതുപോലെ ഇപ്പോ ഞാൻ ഈ കറികളൊക്കെ വിളമ്പുന്നത് ആരുടെ താല്പര്യത്തിനനുസരിച്ചാ? വിശാൽ സാറിന്റെ ശ്രീദേവിയുടെ ഇഷ്ടത്തിനനുസരിച്ച്. നീ ആള് കൊള്ളാലോ പാർവതി. വളരെ നല്ലൊരു ഒപ്പീനിയൻ ആണത്, അല്ല വിശാലേട്ടാ? തീർച്ചയായിട്ടും ഇത് തന്നെ വേണ്ടത്. അതുപോലെ തന്നെ ദേ ചോറ് മാത്രം കഴിച്ചാ നമുക്ക് ആവശ്യത്തിന് ആരോഗ്യം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാ നമ്മൾ കറികളും കഴിക്കുന്നത്. അതുപോലെ നമ്മുടെ കമ്പനി ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ച പോരാ. മെയിൻ ബ്രാഞ്ച് ഉൾപ്പെടെ മറ്റെല്ലാ ബ്രാഞ്ചും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ എല്ലാ ജീവനക്കാരും ഒരുമിച്ച് ഒരേപോലെ ഒരേ മനസ്സോടെ ധ്വനിക്കണം. അപ്പോ അതിനനുസരിച്ചുള്ള ഉയർച്ച ബിസിനസ്സിന് ഉണ്ടാവും. ഇതിനെല്ലാം ഒരു 2 മാസം സമയപരിധി വയ്ക്കണം. 2 മാസത്തിനുള്ളിൽ കമ്പനി നഷ്ടത്തിൽ നിന്നും ലാഭത്തിൽ എത്തിച്ചേർന്ന അതിന്റെ ലാഭവിഹിതം ജീവനക്കാർക്ക് കൊടുക്കണം. അപ്പൊ അവര് ഉത്സാഹത്തോടെ ജോലിയെടുത്തോളും. ഇത് മതി. ഈ പ്ലാൻ മതി. അതെ, ഇത് മതി. ശ്രീദേവി കഴിക്ക. വിശാൽ സാറും കഴിക്ക. കമ്പനിയുടെ കടങ്ങൾ തീർത്ത് കമ്പനി ലാഭത്തിലെത്തണമെങ്കിൽ 10 മാസമെങ്കിലും എടുക്കും. പാർവതിയുടെ പ്ലാൻ അനുസരിച്ചിട്ടാണെങ്കിൽ വെറും 2 മാസം കൊണ്ട് കമ്പനി സേഫ് സോണിലെത്തില്ലേ? അപ്പോ അതല്ലേ ബെറ്റർ ഐഡിയ?
അപ്പോ പാർവതിയുടെ പ്ലാൻ നമുക്ക് നടപ്പിലാക്കാം അല്ലേ? ഓഫ് കോഴ്സ്. എന്നാൽ പാർവതി പറഞ്ഞ പ്ലാൻ വിശാലേട്ടനൊന്ന് തയ്യാറാക്കൂ. എന്നിട്ട് അതിൽ പാർവതി കൊണ്ട് സൈൻ ചെയ്യിക്കണം. ചെയർപേഴ്സൺ എന്ന നിലയിൽ പാർവതി തന്നെയല്ലേ അതിൽ ഒപ്പിടേണ്ടത്? അത് ഞാൻ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യാം. ആ, പാർവതി, മിടുക്കി. കൺഗ്രാറ്റ്സ്. ഒന്നും യോജിക്കാൻ പറ്റില്ല. അതൊക്കെ വേണോ? ദേ, എന്താ നിനക്ക്? നീ ഇപ്പൊ കാല് മാറിയോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡ്. എടി, ഞാൻ കാല് മാറിയിട്ടൊന്നുമില്ല. പിന്നെന്താ നിനക്കൊരു പിന്തിരിപ്പൻ നയം? ഞാനാ പാർവതിയെ കുറിച്ചാ ചിന്തിക്കുന്നത്. എന്താ നീ ചിന്തിക്കുന്നത് ജാസ്മിൻ? പാർവതിക്ക് എന്തോ ശക്തിയുണ്ടെന്നല്ലേ പറയുന്നത്? എന്ത് ശക്തി? അതൊക്കെ അവള് പറയുന്നതല്ലേ. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അവൾക്ക് ഉദയന്നൂർ അമ്മയുടെ ശക്തിയുണ്ട്, ഗായത്രി മേഡത്തിന്റെ ആത്മാവ് കൂടെയുണ്ട് എന്നൊക്കെയാ ഞാൻ അറിയുന്നത്. അതൊക്കെ പറഞ്ഞിട്ടാ അവൾ എല്ലാരെയും പറ്റിക്കുന്നത്. നീയും അത് വിശ്വസിച്ചോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇന്നത്തെ അനുഭവം കണ്ടിട്ട് അവൾക്കെന്തോ ശക്തിയുണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.